ഈ വർഷത്തെ നിലമ്പൂർ സബ് ജില്ലയുടെ അവസാനത്തെ കാഴ്ചകൾ ഒപ്പിയെടുത്തുകൊണ്ട് ഈ വിശാലമായ ക്യാമ്പസിലൂടെ നമ്മളിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, കേരളത്തിലെ ഏറ്റവും വലിയ സബ് ജില്ലാ കലോത്സവത്തിന് അല്പസമയത്തിനകം തന്നെ ഇവിടെ പരിസമാപ്തിയിലേക്ക് എത്തും. തീർച്ചയായും ഒരുപാട് ആളുകൾ, ആയിരക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികൾ മാറ്റുരയ്ക്കുന്ന ഏറ്റവും വലിയൊരു കലോത്സവമായി ഇത് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. സ്വാഭാവികമായിട്ടും അതിൻ്റെ ഭാഗമായി ഒത്തിരി ആളുകൾ MBMന്റെ വിശാലമായി ക്യാമ്പസിലേക്ക് വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് ഒപ്പന പോലെയുള്ള വളരെ ജനകീയ ഇനങ്ങൾ പലതും നടക്കുന്നതിനാലും സമാപന ദിവസമായതിനാലും ഒത്തിരി ആളുകൾ ഇവിടെ ഈ പ്രദേശത്തേക്ക് ഒത്തുകൂടിയിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ. വലിയൊരു ക്രൗഡിനെയാണ് നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് പരിപാടികൾ നടത്തിക്കൊണ്ട് നമ്മുടെ കലാകാരന്മാരും കലാകാരികളും ഒക്കെ യഥാസമയം നമ്മോടൊപ്പം പങ്കുചേരുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത്, നമുക്കറിയാം, കലോത്സവത്തിലെ ഏറ്റവും ജനകീയ ഇനങ്ങളിലൊന്നാണ്, ഏറ്റവും കളർഫുള്ളായിട്ടുള്ള ഇനങ്ങളിൽ ഒന്നാണ് ക്ലാസിക്കൽ ഡാൻസ് ഉൾപ്പെടെയുള്ള, നാടോടി നൃത്തം ഉൾപ്പെടെയുള്ള, സംഘനൃത്തം ഉൾപ്പെടെയുള്ള ഡാൻസ് ഇനങ്ങൾ, നൃത്ത ഇനങ്ങൾ. അതിന് നേതൃത്വം കൊടുക്കുന്ന, അല്ലെങ്കിൽ അത് വിദ്യാർത്ഥികളെ പഠിപ്പിച്ചുകൊണ്ട് ഈ ക്യാമ്പസിലേക്ക് എത്തിച്ചിട്ടുള്ള, വേദികളിലേക്ക് കയറാൻ പാകത്തിലേക്ക് പരുവപ്പെടുത്തിയെടുക്കുന്ന അധ്യാപകരാണ് നമ്മുടെ കൂടെയുള്ളത്. തീർച്ചയായിട്ടും ഒരുപാട് പേരെ നമ്മളിപ്പോൾ ഇതിനോടകം തന്നെ നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. ഒരുപാട് പേർക്ക് ചില ദുരനുഭവങ്ങളുണ്ട്, ചിലർക്ക് നല്ല അനുഭവങ്ങളുണ്ട്, അങ്ങനെ പല അനുഭവങ്ങളുണ്ട്. ഇപ്പോൾ ഇവരോട് നമ്മൾ സംസാരിച്ച സമയത്ത് ഇവർക്ക് ചില പ്രയാസങ്ങൾ, ചില വിഷമങ്ങൾ ഉണ്ടായി എന്നാണ് പറഞ്ഞത്. സ്വാഭാവികമായിട്ടും എന്താണ് ആ വിഷമങ്ങളെന്ന് പ്രേക്ഷകർക്കും അറിയാൻ താല്പര്യമുണ്ടാകും. നമുക്ക് ഇവരോട് സംസാരിക്കാം. ഇവർ നൃത്ത അധ്യാപകരാണ്. അവരുടെ വിഷമങ്ങൾ എന്താണെന്ന് നമുക്ക് കേൾക്കാം. തീർച്ചയായിട്ടും എല്ലാവരെയും വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. യെസ്, ഇത് പ്രിയപ്പെട്ട സുഹൃത്തു കൂടിയാണ് അൻവർ. എല്ലാവരും സുഹൃത്തുക്കളാണ്. അൻവറിൽ നിന്ന് തുടങ്ങാൻ തോന്നുന്നു അല്ലേ? നമസ്കാരം. ഞങ്ങളിപ്പോൾ സംസാരിക്കുന്നത് ഞങ്ങളുടെ ഓൾ കേരള ഡാൻസ് ടീച്ചേഴ്സ് അസോസിയേഷൻ്റെ ഒരു പ്രതിനിധികളായിട്ടാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. കാരണം ഈ ഒരുപാട് സബ് ജില്ലകൾ ഒരേ സമയത്ത് നടക്കുകയാണ് ഇപ്പോൾ. അപ്പം അത് തന്നെ ഞങ്ങളെപ്പോലുള്ള കലാകാരന്മാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ്. മേക്കപ്പ് ആണെങ്കിലും ഡ്രസ്സിങ് ആണെങ്കിലും നല്ല ക്വാളിറ്റി ഉള്ളത് കിട്ടുന്നില്ല, ആർട്ടിസ്റ്റുകളെ കിട്ടുന്നില്ല. അപ്പോൾ എന്നാലും ഞങ്ങൾ പഠിപ്പിച്ചതല്ലേ, കുട്ടികളെ പഠിപ്പിച്ചതാണ്. ഞങ്ങൾ അവിടെ നിന്നൊക്കെ ആൾക്കാർ റെഡിയാക്കി കൊണ്ടുവന്ന് ഇതൊക്കെ ചെയ്ത് ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾ സബ് ജില്ലാ സ്റ്റേജിലേക്ക് കുട്ടികളെ എത്തിക്കുന്നത്. പക്ഷേ അപ്പോൾ ഞങ്ങളോട് വളരെ മോശമായിട്ടാണ് നമ്മുടെ ഈ ഒരു പ്രോഗ്രാം കമ്മിറ്റി, അതായത് ഏത് സംഘടനയാണ് നടത്തുന്നത്, അവർ പിന്നെ സ്റ്റേജിൽ വിനിയോഗിക്കുന്ന നമ്മുടെ എന്താ പറയുക ഇൻസ്ട്രക്ടേഴ്സ് അല്ലെങ്കിൽ അധ്യാപകർ, അവർ വളരെ മോശമായിട്ടാണ് ഈ കുട്ടികളോടും അതേപോലെ ഞങ്ങളെപ്പോലുള്ള കലാധ്യാപകരോട് പെരുമാറിയെന്നുള്ളൊരു വലിയ സങ്കടം ഞങ്ങൾക്ക് ആദ്യം തന്നെ പറയാനുള്ളത്. കാരണം ഇന്നലെ ഇപ്പോൾ ഏറ്റവും കളർഫുൾ ഇനങ്ങളായ ഗ്രൂപ്പ് ഡാൻസ് അതേപോലെ തന്നെ നാടോടി നൃത്തമൊക്കെ നടക്കുന്ന സമയത്ത് 2 മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ മാത്രമേ നിലമ്പൂർ സബ് ജില്ലയിലുള്ളൂ. പക്ഷേ മത്സരാർത്ഥികൾ അറിയാലോ, LPയിൽ തന്നെ 70-ലധികം പിന്നെ നാടോടി നൃത്തം, UPയിൽ അതേപോലെ 30-ലധികം നാടോടി നൃത്തം. അങ്ങനെ മണിക്കൂറുകൾ വെച്ച് ചെയ്യേണ്ട മേക്കപ്പാണ് അതിനൊക്കെ ഉള്ളത്, ഗ്രൂപ്പ് ഡാൻസിനാണെങ്കിലും. എന്നിട്ട് ഞങ്ങൾ കഷ്ടപ്പെട്ട് കൊണ്ടു ചെന്നപ്പോൾ ഓരോ വേദികളിൽ നിന്ന് ഞങ്ങളോട് വളരെ മോശമായിട്ട് നിങ്ങളെ ക്യാൻസൽ ചെയ്യും. കുട്ടികളൊക്കെ അത് കേട്ട് കരഞ്ഞ സംഭവം ഉണ്ടായി. ഞങ്ങൾ കുറേ അവരോട് പറഞ്ഞു നോക്കി. പക്ഷേ നിങ്ങൾ അവസരം പോകുന്ന കാരണം വളരെ മെൻ്റൽ ടോർച്ചർ ചെയ്ത് കുട്ടികളെ വളരെ എന്താ പറയുക, ഒരുതരം മാനസിക പീഡനം പോലെയാക്കി. അത് മാത്രമല്ല, നമ്മളിപ്പോൾ ഈ ഇനങ്ങളിലൊക്കെ ഗ്രേഡിങ് സംവിധാനങ്ങളുണ്ടല്ലോ. അപ്പം ഈ ചെറിയ മക്കളൊക്കെ, അതായത് LP അതേപോലെ UP ഇങ്ങനെയുള്ള മക്കളൊക്കെ അവരുടെ ഒരു ചെറിയ പ്രായത്തിൽ എന്താ പറയുക, കലാജീവിതത്തിനോട് അത്രയ്ക്ക് അടുപ്പവും ഇഷ്ടത്തിലും വന്ന് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ B ഗ്രേഡ് C ഗ്രേഡ് കൊടുത്തിട്ട് വളരെ നിലവാരം കുറഞ്ഞ രീതിയിലുള്ള ഒരു ജഡ്ജ്മെൻറ്റ് നടത്തുക. അത് ഞങ്ങളിപ്പോൾ ഒരുപാട് സബ് ജില്ലകളിൽ പോകുന്ന ആൾക്കാരാണ്. ഈ നിലമ്പൂർ സബ് ജില്ലയിൽ മാത്രമാണ് ഞങ്ങൾ ഈ വർഷം അത് കണ്ടിട്ടുള്ളത്. തൊട്ടടുത്ത മഞ്ചേരി, മേലാറ്റൂർ, അവർക്ക് വളരെ നല്ല രീതിയിൽ കലാമേള നടന്നു കഴിഞ്ഞു. എല്ലാവരും സന്തോഷത്തോടു കൂടി ആ കലാമേള അംഗീകരിക്കുകയും ചെയ്തു. പക്ഷേ ഇവിടെ മാത്രം നമുക്ക് ജഡ്ജ്മെൻ്റ് ആണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു എന്താ പറയുക, ഒരു അറേഞ്ച്മെൻറ്റ്സ്, ഈ ഓർഡർ ഓഫ് ഇവൻറ്റ്സ് ഒക്കെ വളരെ മോശമായിരുന്നു ഞങ്ങൾക്ക് ഈ നിലമ്പൂർ അനുഭവപ്പെട്ടത്. അപ്പോൾ ആ കാര്യം ഒന്ന് എല്ലാവരോടും ഷെയർ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് ഞങ്ങളിത് പറയുന്നത്. തീർച്ചയായിട്ടും ഇദ്ദേഹം പറഞ്ഞതുപോലെ വിഷമങ്ങൾ ധാരാളം ഉണ്ടാകും. പ്രത്യേകിച്ച് ഇവരെ പോലുള്ള ആളുകൾ കഠിനമായ പ്രയത്നം നടത്തിയിട്ടാണ് നമുക്കറിയാം ഈ വേദിയിലേക്ക് കുട്ടികളെ എത്തിക്കുന്നത് നമുക്കറിയാം. അപ്പോൾ ആ വിഷമം അതേ അർത്ഥത്തിലും ഗൗരവത്തിലും വികാരത്തിലും ഉൾക്കൊള്ളുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. മാഷ്, ഇദ്ദേഹം പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാനുണ്ടോ? പറഞ്ഞതിൽ വ്യത്യസ്തമായെന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മളുടെ ഒരു വിഷം. ഞങ്ങൾക്ക് വേണ്ടിയിട്ട്, നമുക്ക് ഒരാൾക്ക് വേണ്ടിയല്ല സംസാരിക്കുന്നത്. ഈ ഒരു LP തലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കലയിലേക്ക് വരുന്ന 5-6 വയസ്സ് 7-8 വയസ്സ് വരെയുള്ള കുട്ടികളാണ്. അവരെ മുളയിലെ നുള്ളിയിടുന്ന ഒരു പ്രതീതിയാണ് നമ്മൾക്ക് ഇവിടെ കാണാൻ. എല്ലാവരും വിഷമത്തിലാണ്. കാരണം B ഗ്രേഡ് C ഈ 2025 കാലഘട്ടത്തിൽ ആരും മോശമായിട്ട് നൃത്തം പഠിപ്പിക്കുന്നില്ല. ആരും 10 മിനിറ്റ് ബുദ്ധിയോട് കൂടിയാണ് ആ കുട്ടികൾ വേദിയിൽ വന്ന് പെർഫോമൻസ് ചെയ്യുന്നത്. വളരെ ആ ജ്ഞാനം, അറിവ് ആ കുട്ടികൾ
ചെയ്യുന്നത് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ വളരെ മോശമായിട്ടാണ് ജഡ്ജസ് കമൻസും പറഞ്ഞത്. വലിയ ഹയർ സെക്കൻഡറി കുട്ടികളോട് താരതമ്യപ്പെടുത്തിയിട്ട് നൃത്തത്തിൻ്റെ ചിട്ട വളരെ ഞങ്ങൾ ചെന്ന് ചോദിച്ചു ജഡ്ജസിനോട്. അവരപ്പോൾ പറഞ്ഞത് വളരെ മോശമായിട്ട് നിലവാരമില്ലാത്തൊരു പെർഫോമൻസാണ് ഈ സബ് ജില്ലയിൽ. കാരണം നമ്മൾ സംസ്ഥാന തലത്തിൽ പോകുന്ന നിലമ്പൂർ സബ് ജില്ലയിൽ നിന്ന് പോകുന്ന കുട്ടികളാണ് ഓരോ ഇനങ്ങളിലും സംസ്ഥാന തലങ്ങളിൽ എത്തിപ്പെടുന്നത്. അത് ഞങ്ങളെപ്പോലുള്ള നൃത്താധ്യാപകരെ വളരെ മോശമായിട്ട് എത്തിക്കുന്ന ഒരു രീതിയിലാണ് ഇവിടെ ഒരു ജഡ്ജ്മെൻറ്റ് നടന്നിട്ടുള്ളത്. ആ ഒരു വിഷമമുണ്ട്. അപ്പോൾ നമുക്ക് ഇനിയുള്ള കാലങ്ങളിൽ ഇനിയുള്ള സബ് ജില്ലകളിൽ ഈ ചെറിയ കുട്ടികളെ മനസ്സിനെ നോവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അധ്യാപകരും ഇതിനോടനുബന്ധിക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കണം, സംഘാടകരെ ശ്രദ്ധിക്കണം എന്ന്. ബാക്കിയുള്ള കുട്ടികളത് വലിയ കുട്ടികളത് അവർ കുറച്ചും കൂടി പാകപ്പെട്ടു ആ ഒരു കാര്യം അതാണ് പറയാനുള്ളത്. ഇപ്പോൾ എൻ്റെ അടുത്ത് ഇൻഫർമേഷൻ കിട്ടിയ രീതിയിൽ കുട്ടികളുടെ അച്ഛനമ്മ അവരൊക്കെ പറഞ്ഞത് ഇതോടുകൂടി സബ് ജില്ല അല്ലെങ്കിൽ മത്സരം അതെ അവസാനിപ്പിച്ചു എന്നുള്ളതാണ്. കാരണം അത്രയും ബുദ്ധിമുട്ടിയിട്ടുണ്ട് പിള്ളേർ. അപ്പോൾ അവർക്ക് ഇനി താല്പര്യമില്ല എന്നുള്ളതാണ്. ഇങ്ങനെ പോവുകയാണെങ്കിൽ അടുത്ത വർഷം ഇതിൻ്റെ പകുതിയായിട്ട് അവസരങ്ങളൊക്കെ കുറഞ്ഞു. എന്തായിരുന്നാലും ഇത് വളരെ ഗൗരവകരമായിട്ടുള്ളൊരു വിഷയം തന്നെയാണ്. ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ എല്ലാ കാലങ്ങളിലും ഉയർന്നു വരുന്നത് തന്നെയാണ്. അതൊക്കെ അടുത്ത വർഷം പരിഹരിക്കപ്പെടുമെന്നുള്ള നിലയിൽ സ്വാഭാവികമായിട്ട് എല്ലാവരും പിരിഞ്ഞു പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണാറുള്ളത്. അത് കഴിഞ്ഞ വർഷമാണെങ്കിലും മുൻ വർഷങ്ങളിലൊക്കെ ആണെങ്കിലും അതുണ്ടാകും. പക്ഷേ ഓരോ വർഷവും പെടും എന്ന് പറയുന്നതല്ലാതെ പലതും പരിഹരിക്കപ്പെടുന്നില്ല എന്നുള്ളത് ഗൗരവമേറിയ കാര്യം തന്നെയാണ്. ഇപ്പോൾ ഇവർ സൂചിപ്പിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ മേഖലയിലെ നൃത്താധ്യാപകരാണ് ഇവർ. ആ നൃത്താധ്യാപകർ പഠിപ്പിക്കുന്ന കുട്ടികൾ എന്തായിരുന്നാലും വളരെ മോശക്കാരാണ് എന്നുള്ള നിലയിൽ വിധി നിർണ്ണയിക്കുന്നത്, അതിൽ ചില ആ രൂപത്തിലുള്ള പദപ്രയോഗങ്ങൾ നടത്തുന്നത് അത് അങ്ങേയറ്റം അപലപനീയമാണ്, വിഷമകരമാണ്. പ്രത്യേകിച്ച് കലാരംഗത്ത് സജീവമായി നിൽക്കുന്ന ഈ കലാകാരന്മാർക്കൊക്കെ തുടർന്ന് മുന്നോട്ട് പോകുന്നതിന് അതൊരു വലിയ തടസ്സമായിട്ട് നിൽക്കുകയും ചെയ്യും. ഇപ്പോൾ ടീച്ചർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ചില കുട്ടികളും രക്ഷിതാക്കളുമൊക്കെ ഞങ്ങൾ ഇതോടുകൂടി നൃത്തപരിപാടി തന്നെ അവസാനിപ്പിക്കുകയാണെന്ന നിലയിലേക്കൊക്കെ മാനസികമായിട്ട് തകർന്നു പോയിട്ടുണ്ടെങ്കിൽ വളരെ ഗൗരവമായിട്ട് കാണേണ്ട ഒരു വിഷയമാണ് എന്ന് തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും ഒരേ രൂപത്തിൽ ഒരേ സ്വരത്തിൽ പറയേണ്ടി വരും എന്നുള്ളതാണ്. ഇത് ഏതെങ്കിലും ഒന്നോ രണ്ടോ നൃത്താധ്യാപകർ പറയുന്ന കേവലമായ ഒരു ആക്ഷേപമോ അല്ലെങ്കിൽ കേവലമായ ചില പരാതികളോ മാത്രമല്ല, ഈ മേഖലയിലുള്ള നൃത്താധ്യാപകർ എല്ലാവരും ഒരുമിച്ച് ചേർന്നുകൊണ്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിനൊരു ഗൗരവമുണ്ട്, അത് പ്രധാനപ്പെട്ടതാണ്. അത് ആ രൂപത്തിൽ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി തീർച്ചയായിട്ടും ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥർ, പ്രത്യേകിച്ച് ചുമതലക്കാരായിട്ടുള്ള അധ്യാപകരും ആ സംഘടനകളും ഒക്കെ ശ്രദ്ധിക്കണമെന്ന് തന്നെയാണ് ഈ അവസരത്തിൽ നമുക്ക് പറയാനുള്ളത്. എന്തായിരുന്നാലും ഈ കലോത്സവത്തിലൂടെ നിരാശരായി നമ്മുടെ കുട്ടികൾ മടങ്ങിപ്പോകുന്ന ഒരു കാഴ്ചയും നമ്മുടെ മുമ്പിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് ഒരിക്കൽ കൂടി നമുക്ക് ഉറപ്പാക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. കലോത്സവത്തിൻ്റെ കാഴ്ചകൾ നിങ്ങളിലേക്ക് യഥാസമയം പകർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതുപോലെയുള്ള ചില വിഷമങ്ങൾ കൂടി അറിഞ്ഞു പോകുമ്പോഴാണ് പ്രത്യേകിച്ച് സ്വീകരണ മുറിയിൽ ഇരുന്നു കൊണ്ട് ഈ പരിപാടികൾ കാണുന്ന ആളുകൾക്ക് ഇത്തരം ചില വിഷമങ്ങൾ കൂടി ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. സ്വാഭാവികമായിട്ട് ഇത്തരം വിഷമങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോഴാണ്, അഡ്രസ്സ് ചെയ്യപ്പെടുമ്പോഴാണ് അതിന് പരിഹാരമുണ്ടാവുകയും ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് ആ അർത്ഥത്തിൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് മറ്റൊരു തരത്തിലും ആരും വ്യാഖ്യാനിക്കേണ്ടതില്ല എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് കലോത്സവത്തിൻ്റെ വർണ്ണവൈവിധ്യമാർന്ന മറ്റ് കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം.